മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരി നഗരസഭ ഭരണസമിതിക്കെതിരെ LDFന്റെ പ്രതിഷേധ മാർച്ച് ബുധനാഴ്ച. മഞ്ചേരി നഗരസഭ 6 പ്രതിപക്ഷ കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേരി നഗരസഭയിൽ സാധാരണ ഒരു കാര്യമുണ്ട്. നമ്മൾ നഗരസഭകളിലാണെങ്കിലും പഞ്ചായത്തുകളിലാണെങ്കിലും മുനിസിപ്പാലിറ്റി നിയമസഭയിലൊക്കെ ആണെങ്കിലും പ്രതിപക്ഷം പോയി ബഹളം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ പ്രതിപക്ഷം വളരെ ശാന്തമായി ഞങ്ങൾ അവിടെ സീറ്റിലിരുന്ന് ഞങ്ങളുടെ കൗൺസിലർമാർ അവിടെ സീറ്റിലിരുന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. പ്രതിഷേധിക്കാനുണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്താ വെച്ചാൽ നഗരസഭയുടെ പദ്ധതി വീതമാണെങ്കിലും മറ്റു ഫണ്ടുകളാണെങ്കിലും ഒക്കെ പ്രതിപക്ഷ വാർഡുകളോട് വലിയ രീതിയിലുള്ള അവഗണന കാണിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങളൊക്കെ തന്നെ ആ ബഡ്ജറ്റിൻ്റെ വാർത്ത വലിയ രീതിയിൽ കൊടുത്താണ് 150 കോടിയുടെ മഞ്ചേരി വികസനം വരുന്നു പറഞ്ഞത്. അതിലൊരു രൂപയുടെ പ്രവൃത്തി പോലും കഴിഞ്ഞ വർഷത്തെ നടത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങളത് എന്താണെന്ന് ചോദിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ അത് ചോദിച്ചു. മഞ്ചേരി നഗരസഭ ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരെയും പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലർമാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് LDF പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. മഞ്ചേരി നഗരസഭയുടെ വാർഷിക ബജറ്റ് അവതരണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം പ്ലക്കാർഡുമായി എത്തിയിരുന്നു. തുടർന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളമുണ്ടാവുകയും കയ്യാങ്കളിയിൽ കലാശിക്കുകയും ചെയ്തു. തുടർന്ന് മുനിസിപ്പൽ ആക്ട് പ്രകാരം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് LDF കൗൺസിലർമാരായ സാജിദ് ബാബു, ഷെറീന ജവഹർ, AV സുലൈമാൻ, CP അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, കുമാരി എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തെ 6 കൗൺസിലർമാരെ ചെയർപേഴ്സൺ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് LDF ആരോപിക്കുന്നത്. ഇത്തരം നടപടികൾക്കെതിരെ പ്രതിഷേധ യോഗങ്ങൾ, വീട്ടുമുറ്റ യോഗങ്ങൾ തുടങ്ങിയ പ്രതിഷേധ പരിപാടികളാണ് LDF നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് നാളെ LDF മുനിസിപ്പൽ മാർച്ച് നടത്തുന്നത്. K ഉബൈദ്, നിസാർ അലി, ഖാലിദ്, OM മുഹമ്മദ് ശിഹാബ്, എഡ്വിൻ, മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.